നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. വിലക്ക് തുടരുമ്പോൾ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച നിലപാടിൽ സൗദിയും സഖ്യരാജ്യങ്ങളും കടുത്ത നിലപാട് തുടരവെ മധ്യസ്ഥ ശ്രമവുമായി തുർക്കിയും കുവൈറ്റും. അറബ് ഭിന്നതയിൽ അതീവ ദുഃഖമെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ. പ്രകോപനമുണ്ടാക്കുന്ന നടപടികളൊന്നും തൽക്കാലം സ്വീകരിക്കരുതെന്ന് ഖത്തർ അമീറിനോട് കുവൈറ്റ്. ഗൾഫ് മേഖല സാധാരണ നിലയിലാകാൻ എല്ലാ പിന്തുണയും നൽകുമെന്നും രാഷ്ട്രങ്ങൾ. നിഷേധാത്മക നിലപാട് ഖത്തർ തിരുത്തും വരെ ബഹിഷ്കരണവും ഉപരോധവും തുടരുമെന്ന് സൗദി അറേബ്യ. ദോഹയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസ് നിർത്തിവച്ചതായി UAE. യാത്രാവിലക്കുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഏർപ്പെടുത്തിയും നയതന്ത്ര കാര്യാലയങ്ങൾ അടച്ചിട്ടും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പ്രതിഷേധം. ഖത്തറുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പ്രധാന ആരോപണം അൽ ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഖത്തർ അമിതമായി പിന്തുണയ്ക്കുന്നുവെന്നും ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നും. അതേസമയം സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും ഹനിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഖത്തർ. അതിനിടെ അറബ് പ്രതിസന്ധിയിൽ ആശങ്ക അറിയിച്ച് കേരളം. ഖത്തറിലുള്ള 3 ലക്ഷം മലയാളികൾ ഉൾപ്പെടെ 6 ലക്ഷം ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പിണറായിയുടെ കത്ത്. ആശങ്കകൾ അകറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. നിരോധനത്തിൽ കടുപ്പിച്ച് പാതയോര മദ്യനിരോധനത്തിൽ കർശന നിലപാടുമായി കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതി വിധി പാലിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ഇത് സംബന്ധിച്ച് സെക്രട്ടറിമാർക്കും പൊതുമരാമത്ത് എഞ്ചിനീയർമാർക്കും ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ കത്ത്. വിധി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രം. അതിനിടെ പാതയോര മദ്യശാലകൾ പൂട്ടണമെന്ന വിധിക്കെതിരെ മന്ത്രി G. സുധാകരൻ. സുപ്രീം കോടതി വിധി തിരുത്തുകയാണ് വേണ്ടത്. ഭരണഘടനാപരമായി മദ്യക്കച്ചവടം നടക്കട്ടെ. സർക്കാർ നയം മദ്യനിരോധനമല്ലെന്നും കച്ചവടം നിരോധിച്ചാൽ സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുകുമെന്നും മന്ത്രി. യെച്ചൂരിയിൽ ചർച്ച. സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ ഭിന്നത നിലനിൽക്കെ CPM പോളിറ്റ് ബ്യൂറോ ഇന്ന് ഡൽഹിയിൽ. യെച്ചൂരി വീണ്ടും മത്സരിക്കണം എന്ന നിലപാടിൽ ബംഗാൾ ഘടകവും രാജ്യസഭയിലേക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്ന് കാരാട്ട് വിഭാഗവും. പ്രതിസന്ധി രൂക്ഷമായിരിക്കെ PB നിലപാട് നിർണായകം. കോൺഗ്രസ് പിന്തുണയോടെ യെച്ചൂരി രാജ്യസഭയിലേക്ക് എത്തുന്നതിൽ അതൃപ്തി അറിയിച്ച് കേരള ഘടകം. BJPയോടും കോൺഗ്രസിനോടും സഖ്യം വേണ്ടെന്ന പാർട്ടി കോൺഗ്രസ് നിലപാടിൽ മാറ്റമില്ല. കോൺഗ്രസുമായി സഖ്യം ചേരുന്നത് ആത്മഹത്യാപരമെന്നും തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും പ്രഖ്യാപനം. അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ അഭിപ്രായ രൂപീകരണത്തിനായി CPI സംസ്ഥാന നിർവാഹക സമിതി തലസ്ഥാനത്ത്. UDF സർക്കാരിന്റെ മദ്യനയത്തിൽ പൊളിച്ചെഴുത്ത് അനിവാര്യമെന്ന് പൊതുവികാരം. വ്യാഴാഴ്ച ചേരുന്ന LDF യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ചയ്ക്ക്. ഭീകരരെ തിരിച്ചറിഞ്ഞു. ലണ്ടനിൽ 7 പേരുടെ മരണത്തിനിടയാക്കി ശനിയാഴ്ച ഉണ്ടായ ഭീകരാക്രമണത്തിൽ പിടിയിലായവരിൽ 3 പേരെ തിരിച്ചറിഞ്ഞതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ. 2 പേർ പാകിസ്ഥാനികളും ഒരാൾ ലിബിയൻ സ്വദേശിയെന്നും സ്ഥിരീകരണം. രാജ്യത്തെ ഭീകരവിരുദ്ധ നയം പുനരവലോകനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചെന്നും വിലയിരുത്തൽ. ആക്രമണമുണ്ടായ കിഴക്കൻ ലണ്ടനിൽ വ്യാപക പരിശോധന. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടാകുമെന്നും കുറ്റവാളികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും ലണ്ടൻ പോലീസ്. സംഭവത്തിൽ ഇതുവരെ 11 പേർ പിടിയിലായെന്നും വിശദീകരണം. തിരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെ രാജ്യത്ത് കനത്ത സുരക്ഷ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.